എന്ന രണ്ടക്ഷരത്തിൽ സാഹിത്യ ലോകത്തിനും സിനിമയ്ക്കും വിലമതിക്കാനാവാത്ത സംഭാവനകൾ നൽകിയ എഴുത്തുകാരനായിരുന്നു MT വാസുദേവൻ നായർ. വള്ളുവനാടൻ ഭാഷയെ മലയാളികൾക്ക് സുപരിചിതനാക്കിയ എഴുത്തുകാരനാണ് ഇന്ന് വിട പറഞ്ഞത്. സാഹിത്യ ലോകത്ത് പകരം വെക്കാനാവാത്ത നാമമായിരുന്നു MT. ചെറുകഥാകൃത്ത്, നോവലിസ്റ്റ്, സംവിധായകൻ, തിരക്കഥാകൃത്ത്, സഞ്ചാരി, പ്രഭാഷകൻ തുടങ്ങി ജീവിതത്തിന്റെ നാനാതുറകളിൽ ശ്രദ്ധേയമായ സാന്നിധ്യമായിരുന്നു MT വാസുദേവൻ നായർ. സാഹിത്യ ലോകത്തെ പരമോന്നത ബഹുമതിയായി കണക്കാക്കപ്പെടുന്ന ജ്ഞാനപീഠം ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾക്ക് അർഹനായ MT വാസുദേവൻ നായർ പത്രപ്രവർത്തകൻ എന്ന നിലയിലും ശ്രദ്ധേയനായിരുന്നു. രണ്ടാമൂഴം, മഞ്ഞ്, കാലം, നാലുകെട്ട്, അസുരവിത്ത്, പാതിരാവും പകൽ വെളിച്ചവും, വാരണാസി, വിലാപയാത്ര എന്നിങ്ങനെയാണ് പ്രധാന നോവലുകൾ. അറബിപ്പൊന്ന് എന്ന നോവൽ NP മുഹമ്മദുമായി ചേർന്നെഴുതിയതായിരുന്നു. ഒരു വടക്കൻ വീരഗാഥ, ഇരുട്ടിന്റെ ആത്മാവ്, ഓളവും തീരവും, കുട്ടിയടത്തി, വാരിക്കുഴി, പതനം, സ്വർഗം തുറക്കുന്ന സമയം, ദാർ എസ് സലാം, വാനപ്രസ്ഥം, ഷെർലാക്ക്, ഓപ്പോൾ, ബന്ധനം, കാഴ്ച, കുപ്പായം, വെയിലും നിലാവും, കളിവീട്, വേദനയുടെ പൂക്കൾ, നിന്റെ ഓർമ്മയ്ക്ക്, കർക്കിടകം, വിത്തുകൾ, ചെറിയ ചെറിയ ഭൂകമ്പങ്ങൾ, ശിലാലിഖിതം, കൽപ്പാന്തം, പെരുമഴയുടെ പിറ്റേന്ന്, വിൽപ്പന തുടങ്ങിയവയാണ് പ്രധാന കഥകൾ. പഞ്ചാഗ്നി, മുറപ്പെണ്ണ്, ഓളവും തീരവും, പഴശ്ശിരാജ, നഖശതങ്ങൾ, പെരുന്തച്ചൻ, സധയം, വടക്കൻ വീരഗാഥ, സുഹൃതം, പരിണയം, തീർത്ഥാടനം, എന്ന് സ്വന്തം ജാനിക്കുട്ടിക്ക്, ഒരു ചെറുപുഞ്ചിരി, താഴ്വാരം, ഇടവഴിയിലെ പൂച്ച, മിണ്ടാപ്പൂച്ച, എവിടെയോ ഒരു ശത്രു, വെള്ളം, നഖശതങ്ങൾ, അമൃതം ഗമയ, ആരൂഢം, ആൾക്കൂട്ടത്തിൽ തനിയെ, അടിയൊഴുക്കുകൾ, ഉയരങ്ങളിൽ, ഋതുഭേദം, വൈശാലി തുടങ്ങിയവയാണ് പ്രധാന തിരക്കഥകൾ. പുനയൂർ കുളത്തുകാരനായ T നാരായണൻ നായരുടെയും കൂടല്ലൂരുകാരിയായ അമ്മാളു അമ്മയുടെയും ഇളയ മകനായിട്ടാണ് ജനനം. തൃശൂർ ജില്ലയിലെ പുനയൂർ കുളത്തും പാലക്കാട് ജില്ലയിലെ കൂടല്ലൂരുമായിട്ടായിരുന്നു ചെറുപ്പകാലം ചെലവഴിച്ചത്. MTയുടെ അച്ഛൻ ജോലി സംബന്ധമായി സിലോണിലായിരുന്നു. അവിടെ മറ്റൊരു ഭാര്യയും കുട്ടിയും ഉണ്ടായിരുന്നു. സിലോണിൽ നിന്നും മടങ്ങി വരുന്ന അച്ഛൻ ഒരു പെൺകുട്ടിയെ കൊണ്ടുവരുന്ന കഥ നിന്റെ ഓർമ്മയ്ക്ക് എന്ന കൃതിയിൽ പറയുന്നു. ഈ പെൺകുട്ടി ആരെന്ന് MT പറയുന്നില്ലെങ്കിലും MTയുടെ അച്ഛന് പ്രഭാകരൻ എന്നൊരു മകൻ സിലോണിലെ ഭാര്യയിലുണ്ടെന്ന് പറയപ്പെടുന്നു. കോപ്പൻ മാസ്റ്ററുടെ കുടിപ്പള്ളിക്കൂടത്തിലാണ് വിദ്യാഭ്യാസം ആരംഭിച്ചത്. പിന്നെ മലമക്കാവ് എലിമെന്ററി സ്കൂളിലും കുമാരനെല്ലൂർ ഹൈസ്കൂളിലും സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. പാലക്കാട് വിക്ടോറിയ കോളേജിൽ ഉപരിപഠനം. ഒരു ജോലി ലഭിക്കാനുള്ള സാധ്യത പരിഗണിച്ച് രസതന്ത്രമായിരുന്നു ഐച്ഛിക വിഷയമായിട്ട് എടുത്തത്. കോളേജ് വിദ്യാഭ്യാസത്തിന് ശേഷം 1-2 സ്കൂളുകളിൽ അധ്യാപകനായി ജോലി ചെയ്തു. 1954 പട്ടാമ്പി ബോർഡ് ഹൈസ്കൂളിൽ, പിന്നെ ചാവക്കാട് ബോർഡ് ഹൈസ്കൂളിലും അധ്യാപകനായി. രണ്ടിടത്തും കണക്കാണ് പഠിപ്പിച്ചിരുന്നത്. 1955-56 കാലത്ത് പാലക്കാട് MB ട്യൂട്ടോറിയലിൽ അധ്യാപകനായും ജോലി നോക്കി. ഇതിനിടയിൽ തളിപ്പറമ്പിൽ ഗ്രാമസേവകന്റെ ഉദ്യോഗം കിട്ടിയെങ്കിലും ദിവസങ്ങൾക്കകം രാജിവെച്ച് MBയിൽ തിരിച്ചെത്തി. തുടർന്ന് മാതൃഭൂമിയിൽ ചേർന്നു. ഔദ്യോഗിക ജീവിതം കൂടുതലും കോഴിക്കോടായിരുന്നു. സ്കൂൾ വിദ്യാഭ്യാസ കാലത്തു തന്നെ സാഹിത്യരചന തുടങ്ങി. കോളേജ് കാലത്ത് തന്നെ ജയകേരളം മാസികയിൽ കഥകൾ അച്ചടിച്ചു വന്നിരുന്നു. വിക്ടോറിയ കോളേജിൽ ബിരുദത്തിന് പഠിക്കുമ്പോൾ രക്തം പുരണ്ട മൺതരികൾ എന്ന ആദ്യത്തെ കഥാസമാഹാരം പുറത്തിറക്കി. 1954 ന്യൂയോർക്ക് ഹെറാൾഡ് ട്രിബ്യൂണൽ സംഘടിപ്പിച്ച ലോക ചെറുകഥാ മത്സരത്തിന്റെ ഭാഗമായി കേരളത്തിൽ മാതൃഭൂമി നടത്തിയ കഥാസമാഹാരത്തിൽ MTയുടെ വളർത്തുമൃഗങ്ങൾ എന്ന കഥ 1ാം സ്ഥാനം നേടി. ഇതോടെയാണ് മലയാള സാഹിത്യത്തിൽ അദ്ദേഹം ശ്രദ്ധേയനായി തീർന്നത്. പാതിരാവും പകൽ വെളിച്ചവും എന്ന ആദ്യ നോവൽ ഈ സമയത്താണ് ഖണ്ഡശം പുറത്തു വന്നത്. ആദ്യമായി പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ച നോവൽ നാലുകെട്ടാണ്. ആദ്യ നോവലിന് തന്നെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും ലഭിച്ചു. പിൽക്കാലത്ത് സ്വർഗം തുറക്കുന്ന സമയം, ഗോപുരനടയിൽ എന്നീ കൃതികൾക്കും കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. 1963-64 കാലത്ത് സ്വന്തം കഥയായ മുറപ്പെണ്ണ് തിരക്കഥ എഴുതി MT ചലച്ചിത്ര ലോകത്ത് പ്രവേശിച്ചു. 1973 ആദ്യമായി സംവിധാനം ചെയ്ത് നിർമ്മിച്ച നിർമാല്യം എന്ന ചിത്രത്തിന് രാഷ്ട്രപതിയുടെ സ്വർണ്ണ പതക്കം ലഭിച്ചു.
50-ലേറെ തിരക്കഥകൾ എഴുതിയിട്ടുള്ള അദ്ദേഹത്തിന് 4 തവണ ഈ മേഖലയിൽ ദേശീയ പുരസ്കാരം ലഭിച്ചു. ഇതുകൂടാതെ കാലം കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും 2-ാം മൂഴം വയലാർ അവാർഡും വാനപ്രസ്ഥം ഓടക്കുഴൽ അവാർഡും നേടി. കടവ്, ഒരു വടക്കൻ വീരഗാഥ, സധയം, പരിണയം തുടങ്ങിയ ചിത്രങ്ങൾക്കും ദേശീയ പുരസ്കാരം ലഭിച്ചു. 2005-ലെ മാതൃഭൂമി പുരസ്കാരം MTക്ക് തന്നെയായിരുന്നു. 2-ാം മൂഴം എന്ന നോവൽ സിനിമയാക്കുന്നതിന് വേണ്ടിയുള്ള തിരക്കഥാ രചനയും മറ്റും നടത്തിയെങ്കിലും സംവിധാനം ചെയ്യാമെന്നേറ്റ ശ്രീകുമാർ മേനോനുമായുള്ള കോടതി വ്യവഹാരത്തിൽ പദ്ധതി നിർത്തിവെച്ചിരിക്കുകയാണ്. മലയാള സാഹിത്യത്തിന് നൽകിയ അമൂല്യ സംഭാവനകൾ കണക്കിലെടുത്ത് 1996-ൽ കാലിക്കറ്റ് സർവകലാശാല ബഹുമാന സൂചകമായി ഡി.ലിറ്റ് ബിരുദം നൽകി ആദരിച്ചു. 1995-ലെ ജ്ഞാനപീഠ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചു. 2005-ലെ പത്മഭൂഷൺ നൽകി MTയിലെ പ്രതിഭയെ ഭാരത സർക്കാർ ആദരിക്കുകയുണ്ടായി. ഇദ്ദേഹത്തിന്റെ കൃതികൾ നിരവധി ഇന്ത്യൻ ഭാഷകളിലേക്കും വിദേശ ഭാഷകളിലേക്കും മൊഴിമാറ്റം നടത്തിയിട്ടുണ്ട്. മാതൃഭൂമി പ്രസിദ്ധീകരണങ്ങളുടെ പത്രാധിപർ, കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷൻ എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. 1999-ൽ മാതൃഭൂമി പ്രസിദ്ധീകരണങ്ങളുടെ പത്രാധിപ സ്ഥാനത്ത് നിന്ന് വിരമിച്ചു. 1993 ജനുവരി 23 മുതൽ തുഞ്ചൻ സ്മാരക സമിതി അധ്യക്ഷനായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. MT ഒരു പരിസ്ഥിതിവാദി കൂടിയായിരുന്നു. നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്ന വാസുദേവൻ നായർ നിളാനദിയെയും ചുറ്റുമുള്ള പരിസ്ഥിതി പ്രശ്നങ്ങളെയും കുറിച്ച് പലപ്പോഴായി എഴുതിയ ലേഖനങ്ങൾ കണ്ണാന്തളിപ്പൂക്കളുടെ കാലം എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നിർമാല്യം സാമൂഹ്യ പ്രാധാന്യമുള്ള കൃതിയാണ്. 1995 ഭാരതത്തിലെ സാഹിത്യ രംഗത്തെ ഏറ്റവും ഉയർന്ന പുരസ്കാരമായ ജ്ഞാനപീഠം MTക്ക് ലഭിച്ചു. 2005-ൽ MTയെ പത്മഭൂഷൺ ബഹുമതി നൽകി രാഷ്ട്രം ആദരിച്ചു. 2013-ൽ കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നൽകി. പത്മ പുരസ്കാരങ്ങളുടെ മാതൃകയിൽ കേരള സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത പുരസ്കാരമായ പ്രഥമ കേരള ജ്യോതി പുരസ്കാരവും MTക്ക് ലഭിച്ചു. എഴുത്തുകാരിയും വിവർത്തകയുമായ പ്രമീളയാണ് ആദ്യ ഭാര്യ. 1977-ൽ പ്രശസ്ത നർത്തകി കലാമണ്ഡലം സരസ്വതിയെയും വിവാഹം കഴിച്ചു. കോഴിക്കോട് നടക്കാവിൽ രാരിച്ചൻ റോഡിലെ സിത്താരയിലാണ് താമസം. മൂത്ത മകൾ സിത്താര ഭർത്താവിനൊപ്പം അമേരിക്കയിൽ ബിസിനസ് എക്സിക്യൂട്ടീവ് ആണ്. ന്യൂജേഴ്സിയിൽ താമസിക്കുന്നു. 2-ാമത്തെ മകൾ അശ്വതിയും നർത്തകിയാണ്.